ന്യൂസ് 16 കേരള. സൗജന്യ വിസ സേവനം തുടർന്ന് ശ്രീലങ്ക. ശ്രീലങ്കൻ സൗജന്യ വിസ നിർത്തലാക്കുമെന്ന വാർത്ത ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആശങ്കയിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ്. ഇന്ത്യ, ചൈന, റഷ്യ, ജപ്പാൻ, മലേഷ്യ, തായ്ലാന്റ്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് നൽകി വരുന്ന സൗജന്യ വിസ സേവനം തുടരുമെന്ന് ശ്രീലങ്കൻ സർക്കാർ അറിയിച്ചു. ശ്രീലങ്കയിൽ ചെന്ന ശേഷം നൽകുന്ന വിസകളുടെ നിരക്ക് കൂടിയത് വിവാദമായ സാഹചര്യത്തിലാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗയുടെ ഇടപെടൽ. പക്ഷേ വിസ സൗജന്യമില്ലാത്ത രാജ്യത്തെ പൗരന്മാരായ വിനോദസഞ്ചാരികളിൽ നിന്ന് 30 ദിവസത്തെ വിസയ്ക്ക് $50 ഈടാക്കുകയും ചെയ്യും. ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2023 ശ്രീലങ്കൻ സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പൗരന്മാർക്ക് വിസാരഹിത പ്രവേശനം പ്രഖ്യാപിച്ചത്. ഇതിന്റെ കാലാവധി 2024 മാർച്ച് 31 വരെയായിരുന്നു. ഈ കാലാവധിയിലാണ് ഇപ്പോൾ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. 2023 14.8 ലക്ഷം വിദേശ വിനോദസഞ്ചാരികളാണ് ശ്രീലങ്കയിലെത്തിയത്. ഇതിൽ ഏറെ പങ്കും ഇന്ത്യയിൽ നിന്നാണ്. സഞ്ചാരികളുടെ എണ്ണം കൂടിയപ്പോൾ തന്നെ വിമാനത്താവളങ്ങളുടെ അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ശ്രീലങ്കയിലെ കൊളംബോയിലുള്ള ബണ്ടാരനായക അന്താരാഷ്ട്ര വിമാനത്താവളം, കൊളംബോയിലെ തന്നെ റത്മലാന വിമാനത്താവളം, തുറമുഖ നഗരമായ ഹമ്പൻതോട്ടയിലെ മട്ടാരജ പക്സ വിമാനത്താവളം എന്നിവ അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.